എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാടൻ കേരള സ്റ്റൈൽ തോരനാണ്. അച്ചിങ്ങ പയറിൻ്റെ ഇലയും അതിൻ്റെ തണ്ടും എല്ലാം വെച്ചിട്ടുള്ള തോരനാണ്. അപ്പോൾ പയറില തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്, നാടൻ തോരൻ. ഇപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു തോരനാണത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇതാണ് പയറിൻ്റെ ഇലയും തണ്ടും എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഇലയും തണ്ടും എല്ലാം നല്ലതുപോലെ കഴുകിയ ശേഷം ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ പയറിൻ്റെ ഇലയുടെ തോരൻ പോലെ തന്നെ മത്തങ്ങയുടെ ഇലയുടെ തോരനും വയ്ക്കാൻ പറ്റും. അത് നല്ല ടേസ്റ്റാണ്. ഇത് അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ബാക്കിയുള്ള ഇലകളെല്ലാം, ഇലയും തണ്ടും എല്ലാം പൊടിയായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചു. അപ്പോൾ ഈ അരിഞ്ഞ പയറിൻ്റെ ഇലയും തണ്ടും എല്ലാം കൂടിയിട്ട് ഏകദേശം ഒരു 3 കപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് തോരൻ വയ്ക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തേങ്ങ ഏകദേശം ഒരു 3/4 തേങ്ങയോളം ഞാൻ എടുത്തു. തേങ്ങ കുറച്ച് അധികം എടുത്തു, അപ്പോഴാണ് കുറച്ച് രുചി കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം 1.5 കപ്പോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ തേങ്ങയിലേക്ക് ഞാൻ കാന്താരിമുളകാണ്, അപ്പോൾ അമ്മ പറഞ്ഞ് കാന്താരിമുളകാണ് അമ്മ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു 12-15 കാന്താരിമുളകും 3-4 ചുവന്നുള്ളിയും കൂടി ഇട്ടു. ഒന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം പൊടിയായിട്ട് അരിഞ്ഞ് ഒരു സവാള ചേർത്തു. അപ്പോൾ സവാളയ്ക്ക് പകരം ചുവന്നുള്ളി ചേർക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ ഏകദേശം ഒരു 1/4 ടീസ്പൂണിൽ അടുത്ത് മഞ്ഞൾ ഞാൻ ഇട്ടിട്ടുള്ളൂ. മഞ്ഞളും കൂടി ഇട്ട് നല്ലതുപോലെ മൂപ്പിക്കുക. പിന്നീട് മിക്സിയിൽ അടിച്ചു വെച്ച തേങ്ങയും കാന്താരിമുളകും ചുവന്നുള്ളിയും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് വെളിച്ചെണ്ണ കുറവുള്ള പോലെ എനിക്ക് തോന്നി. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച പയറിൻ്റെ ഇലയും തണ്ടും എല്ലാം കൂടി ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതേപോലെ തന്നെ ആ സ്പൂണും കൊണ്ട് നല്ലതുപോലെ തട്ടിപ്പൊത്തി വെക്കണം. കുറച്ച് വെള്ളം കൂടെ തളിച്ചിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കാം. പയറിൻ്റെ ഇലയൊക്കെ നമുക്ക് ചെടിച്ചട്ടിയിലെല്ലാം ഉണ്ടാക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഒത്തിരി ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുക. വീട്ടിൽ ചെടിച്ചട്ടിയിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാവുന്നതല്ല. ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ നല്ല സുഖമായിട്ട് വീട്ടിൽ തന്നെ ചെടിച്ചട്ടിയിൽ ഉണ്ടാക്കി അപ്പം പറിച്ച് നമ്മൾ ഇതേപോലെ തോരൻ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫ്രഷ് ആയിട്ടുള്ള ഇലയൊക്കെ പറിച്ച് തോരൻ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇളക്കി വീണ്ടും അതേപോലെ തന്നെ കവർ ചെയ്ത് വെച്ച് ആ തണ്ടൊക്കെ നല്ലതുപോലെ വേവുന്നവരെ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടപ്പ് തുറന്നിട്ട് ഇളക്കി ഇടണം. നമ്മൾ ആ തോരൻ്റെ അടപ്പിങ് തുറന്നു വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നത്. പയറിൻ്റെ ഇലയുടെ തോരന് സാധാരണ ക്യാബേജ് തോരനും ചീര തോരനൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രത്യേക മണമാണ് അതിന്. ഇപ്പോൾ 3-4 പ്രാവശ്യം ഞാൻ ഇങ്ങനെ അടപ്പ് തുറന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് അങ്ങനെ ഒരു 3-4 ട്രിപ്പ് ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് ഇപ്പോൾ അത് പയറിൻ്റെ ഇല തണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.